തിരിച്ചു വരാം. ശരി, അതിന് മറുപടി പറയേണ്ടത് ശ്രീമതി ലാലി വിൻസെന്റ് ആണ്. പ്രധാനപ്പെട്ട കാര്യം മദ്യവിഷയം തന്നെയാണ്. ബാറുകൾക്ക് ലൈസൻസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് KPCC യോഗത്തിൽ VM സുധീരൻ എടുത്ത നിലപാടും അതിനെ എതിർത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പോലെ ഉള്ളവർ എടുത്ത നിലപാടും ഞാൻ ഒരു വെബ്സൈറ്റിൽ കണ്ട വാർത്തയാണ്. അതിൻ്റെ ജെനുവിനിറ്റിയെ സംബന്ധിച്ച് ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്ത, എനിക്കറിയില്ല ശ്രീമതി ലാലി വിൻസെന്റ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന്. ശ്രീ VM സുധീരൻ AK ആന്റണിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ രേഖകൾ എന്ന് പറഞ്ഞ് പുറത്തു വന്ന വാർത്തയാണ്. അതിൽ VM സുധീരൻ പറഞ്ഞത്, AK എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ബാർ ലൈസൻസുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ BD സതീശനെ പോലുള്ളവർ എടുത്ത നിലപാടാണ് എന്നതാണ്. ബാർ ലൈസൻസിന്റെ കാര്യത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ശ്രീ അജിത് കുമാർ സൂചിപ്പിച്ചതുപോലെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. കോൺഗ്രസ് നെടുകെ പിളർന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതല്ലേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പൊട്ടിത്തെറികളെല്ലാം. ആ തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താനുള്ള സൂചനകളല്ലേ പുറത്തു വരുന്നത്? മദ്യവും മദ്യ ഉപയോഗവും മദ്യ വിൽപ്പനയും കോഴിയുടെ കാലിൽ മുടി ചുറ്റിയതുപോലെ വളരെ ക്ലേശകരമാണ് അഴിച്ചെടുത്ത് പരിഹരിക്കാൻ. ഇതിൽ 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. സമ്പൂർണ്ണ മദ്യ നിരോധനം കോൺഗ്രസിൻ്റെ അജണ്ടയാണ്. അത് നടപ്പിലാക്കുക വളരെ ദുഷ്കരവുമാണ്. 3 കാരണങ്ങളാണ്. 1, മദ്യ ഉപഭോഗം വളരെ കൂടിയിരിക്കുന്നു. 2, കേരളത്തിലെ മദ്യം നാം സമ്പൂർണ്ണമായി നിരോധിച്ചാലും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷമദ്യവും സ്പിരിറ്റും അതുപോലെയുള്ള മദ്യത്തിൻ്റെ മറ്റു ഡിറൈവേഷൻസിന് ലഭിക്കാനുള്ള സാധ്യത വളരെ അധികമായതിനാൽ മദ്യനിരോധനം പ്രായോഗികമാകുന്നതിന് വളരെ വിഷമമുണ്ട്. 3, മദ്യത്തിൻ്റെയും മദ്യമൂലം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതത്തിൻ്റെയും കണക്കുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, 50%-ലധികം വോട്ടർമാർ സ്ത്രീകളാണ്. സ്ത്രീകളും ശിശുക്കളുമാണ് ഇതിൻ്റെ ഏറ്റവും അധികം വിക്ടിമായി മാറുന്നത്. അങ്ങനെയുള്ള ദുരന്തവും നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ മദ്യവിൽപ്പനയിലൂടെ ഖജനാവിന് ലഭിക്കുന്ന ധനവും ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒപ്പം തന്നെ ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായത്തെ കണക്കിലെടുത്തുകൊണ്ട് വേണം സർക്കാരിന് ഒരു നയം രൂപീകരിക്കാൻ. ഭൂരിപക്ഷ ജനങ്ങളുടെ അഭിപ്രായത്തിൻ്റെ ഒപ്പം തന്നെ മദ്യവ്യവസായം ചെയ്യുന്ന വ്യവസായികളും മദ്യവ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഒക്കെ പരിഗണനാ വിധേയമാകേണ്ട ആവശ്യമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ മദ്യം സമ്പൂർണ്ണമായി നിരോധിക്കുക ക്ലേശകരമാണ് എന്ന് KPCC പ്രസിഡന്റിനും അറിയാം. പക്ഷേ കോൺഗ്രസിൻ്റെ നയമായ സാമൂഹ്യ വിപത്തായ മദ്യത്തെ തുടച്ചു മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിനു വേണ്ടിയുള്ള അധ്വാനങ്ങളുടെ ഭാഗമായി അദ്ദേഹം ആ വിഷയം പഠിക്കുകയും എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ആഭ്യന്തരമന്ത്രി വളരെ പ്രായോഗികമായ രീതിയിൽ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ നയമനുസരിച്ച് ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റിലൂടെ മദ്യം വിൽക്കാൻ സാധിക്കുന്നുമുണ്ട്. ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നാം കണ്ട ഒരു യാഥാർത്ഥ്യം, സ്റ്റാർ 3-ഉം സ്റ്റാർ 4-ഉം സ്റ്റാർ 5-ഉം ഉള്ള ബാറുകളിലെയും ബിവറേജസിന്റെ ഔട്ട്ലെറ്റിലെയും ഞാൻ ഒന്ന് ഇടപെടട്ടെ ശ്രീമതി ലാലി വിൻസെന്റ്. പിന്നെ എന്തുകൊണ്ടാണ് ശ്രീ VM സുധീരൻ പറയുന്നത് ഇവിടെ ഷാനിമോൾ ഉസ്മാൻ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മദ്യ ലോബിയുടെ കൈകളിലെ കരുവായി ഷാനിമോൾ ഉസ്മാൻ മാറിയോ എന്ന സംശയം പറയേണ്ടി വരുന്നത്? ശ്രീ അജിത് കുമാർ ഇവിടെ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ ഉപസമിതിയെ നിയോഗിച്ചിട്ടുള്ളത് ഷാനിമോൾ ഉസ്മാന്റെ കത്തിലെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് KPCC അധ്യക്ഷനാണ്. അദ്ദേഹം ഓൾറെഡി ഒരു കൺക്ലൂഷനിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു, ഷാനിമോൾ ഉസ്മാൻ മദ്യ ലോബിയുടെ കരുവായി കഴിഞ്ഞു എന്നെല്ലാം. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നിങ്ങൾ 3 പേരെയും വെച്ച് നടക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? അന്വേഷണം തീർച്ചയായിട്ടും നിഷ്പക്ഷമായിരിക്കും. ഈ അന്വേഷണത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. KPCC പ്രസിഡന്റ് ഷാനിമോൾക്ക് എതിരെ അങ്ങനെ പറഞ്ഞതാണോ, അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല. ഷാനിമോൾ ഉന്നതമായ വ്യക്തിത്വമുള്ള നല്ല ഒരു മഹിളാ കോൺഗ്രസ് ഭാരവാഹിയായിരുന്നു. അജയ് തറയിലുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ അജയ് തറയിൽ, KPCC അധ്യക്ഷൻ VM സുധീരൻ സംശയിക്കുന്നത് പോലെ അതല്ലെങ്കിൽ അദ്ദേഹം ആരോപിക്കുന്നത് പോലെ ഇപ്പോഴുണ്ടായിട്ടുള്ള വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇത് ഒരു ഗൂഢാലോചന ഉണ്ടാകേണ്ട ആവശ്യമില്ല ഷാനിമോളെ സംബന്ധിച്ച്. ഷാനിമോള്
എന്നും ഒരു ഒറ്റ തിരിഞ്ഞതുകൊണ്ട് ഐഡന്റിഫൈ ആയ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് ഷാനിമോൾ ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാകുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ശ്രീ അജയ് തറയിൽ KC വേണുഗോപാലിന് സോളാർ കേസിലെ പ്രതിയായ സരിത എസ് നായരുമായി ബന്ധമുണ്ട്, ഇക്കാര്യം അന്വേഷിക്കണമെന്നതാണ് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടത്. ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടി മാത്രമാണ്, അതിന് മതിയായ തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന നിലപാടാണ് KPCC അധ്യക്ഷൻ സ്വീകരിച്ചത്. ഇതിൽ ആരുടെ ഭാഗത്താണ് താങ്കൾ ശരി കാണുന്നത്? ഷാനിമോള് അടിസ്ഥാനരഹിതമായ ഒരാരോപണം KPCC എക്സിക്യൂട്ടീവിൽ പറയാൻ പാടില്ലാത്തതായിരുന്നു. ഷാനിമോളെ കുറിച്ച് ആലപ്പുഴ DCC പ്രസിഡന്റ് ഭാഗത്തുണ്ടായ പരാമർശത്തിന് ഷാനിമോളിന്റെ മറുപടി വളരെ ബ്യൂട്ടിഫുള്ളായി ഷാനിമോൾ മറുപടി പറഞ്ഞ് വളരെ അവിടെ ഇരുന്ന മുഴുവൻ KPCC എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും അപ്രിസിയേഷൻ ഏറ്റുവാങ്ങി ഏറ്റവും അവസാനം വന്നപ്പോഴാണ് ഷാനിമോൾ ഈ ആരോപണം ഉന്നയിച്ചത്. ഇത് കേരളത്തിലെ കോൺഗ്രസുകാർ കഴിഞ്ഞ കുറെ നാളുകളായി ഇടതുപക്ഷം മുന്നണിക്കെതിരെ പോരാടി നിന്ന ഒരു വിഷയത്തെ കുറിച്ച് ഷാനിമോൾ ഒതന്റിക്കായി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത്രയും കാലം കേരളത്തിലെ കോൺഗ്രസുകാർ ഇടതുപക്ഷ മുന്നണിയുടെ ആരോപണത്തെ ആ കുന്തമുനകളെ എല്ലാം പരിചയകൊണ്ട് തടുത്തു നിന്ന കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ പ്രയാസമുണ്ടാക്കും എന്നതുകൊണ്ട് ഷാനിമോളുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ, രേഖകളുണ്ടെങ്കിൽ, തെളിവുകളുണ്ടെങ്കിൽ ഷാനിമോൾക്ക് അത് പ്രസന്റ് ചെയ്യാമായിരുന്നു. എത്രയോ നാളുകൾ ഈ വിഷയം ഇവിടെ സംസാരിച്ചതാണ്. VM സുധീരൻ KPCC പ്രസിഡന്റ് അതിന് മുമ്പും. അജയ് തറയിൽ ഷാനിമോളുടെ നിലപാട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് തെളിവുകൾ വേണമെന്ന് നിർബന്ധമില്ല എന്നാണ്. അവർ ഉന്നയിച്ച ആരോപണം KC വേണുഗോപാലിന് സരിതയുമായി ബന്ധമുണ്ട്, അത് അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷന് വെക്കണമെന്നതാണ്. അത് അന്വേഷിക്കാൻ കമ്മീഷൻ വെക്കുന്നതിന് പകരം ഷാനിമോൾ ഉസ്മാൻ വിവാദമുണ്ടാക്കി അത് അന്വേഷിക്കാനാണ് ഇപ്പോൾ ഉപസമിതി വെച്ചിരിക്കുന്നത്. അല്ല, അത് ഷാനിമോളുടെ കത്തുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ചാണ്. ഷാനിമോൾ പറഞ്ഞ വിവാദത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു തെളിവ് ഷാനിമോൾ തന്നാൽ ഇപ്പോഴും അന്വേഷിക്കാൻ KPCC തയ്യാറാണ്. സരിതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു എവിഡൻസ്, തെളിവ് തരണമെന്നില്ല, ഒരു സാഹചര്യത്തെ കുറിച്ച് ഷാനിമോൾ പറഞ്ഞാൽ പോലും അത് KPCC അന്വേഷിക്കാൻ തയ്യാറാകും. താങ്കൾ പറയുന്നത് ഷുക്കൂറിന് ഷാനിമോൾ വളരെ മനോഹരമായി മറുപടി നൽകി. പക്ഷെ ഇവിടെ ഷാനിമോൾക്ക് പിഴച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ മറുപടി പറഞ്ഞതിന് പിന്നിൽ മറ്റാരുടെയൊക്കെ താല്പര്യങ്ങളും ഇടപെടലും ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്നല്ലേ അർത്ഥം? അല്ല, അങ്ങനെയല്ല. അങ്ങനെ തന്നെ അർത്ഥമാക്കേണ്ട കാര്യമില്ല. ശരി, വളരെയധികം നന്ദി. ആലപ്പുഴ DCC പ്രസിഡന്റ് ഷുക്കൂർ ടെലിഫോൺ ലൈനുണ്ട്. അദ്ദേഹം രാജസ്ഥാനിലാണെന്ന് ഞാൻ കരുതുന്നു. ശ്രീ ഷുക്കൂർ, താങ്കൾക്ക് നേരത്തെ തന്നെ ഒരു നിലപാടുണ്ട്, ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ള നേതാക്കൾ സജീവമായിരുന്നില്ല എന്ന്. അതിന് ഷാനിമോൾ ഉസ്മാൻ അന്ന് മറുപടി പറഞ്ഞതാണ്. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ KC വേണുഗോപാലിനെതിരെ ഉള്ളതാണ്. KPCC അധ്യക്ഷൻ അത്തരം വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് KPCC അധ്യക്ഷൻ പറയുന്നതിനോട് താങ്കൾക്കും യോജിപ്പുണ്ടോ? ഈ ഷാനിമോൾ ഉസ്മാൻ എന്റെ റിപ്പോർട്ട് അയച്ചു എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ചില കാര്യങ്ങൾ എനിക്കെതിരായും അതോടൊപ്പം തന്നെ KPCC യോഗത്തിലും പറഞ്ഞത്. ഞാൻ പറഞ്ഞ റിപ്പോർട്ടിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് മുന്നിൽ ഇരിക്കുന്നതുകൊണ്ട് ഈ യോഗത്തിൽ തന്നെ അത് സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് വളരെ പ്രകോപനം തരത്തിൽ അജയ് തറയിലൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. വളരെ മോശമായി പോയി. അത് എന്തുമായിക്കൊള്ളട്ടെ, ഞാൻ അജയ് തറയിലിനോട് പറഞ്ഞോളാം. എന്തായാലും ഷാനിമോൾ വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടുള്ള പരാമർശമാണ് അന്നത്തെ 22-ാം തീയതിയിലെ യോഗത്തിൽ ഉണ്ടായത്. അതിനെ തുടർന്ന് ഉണ്ടായ സംഭവവികാസങ്ങൾ ഒന്നും പുറത്തു വരാതിരിക്കെ, ഒരു കാര്യങ്ങളും അപ്പോൾ ഇതുവരെ ഇല്ലാതിരിക്കെ ഇന്ന് പെട്ടെന്ന് ഷാനിമോൾ ഉസ്മാൻ ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിൽ വീണ്ടും സംസാരിച്ചത്, പരസ്യമായി കത്ത് കൊടുത്തത്, പത്രത്താളുകളിൽ വരത്തക്കവണ്ണം, മാധ്യമങ്ങളുടെ മുമ്പാകെ വരത്തക്കവണ്ണം, അത് ചർച്ചയാകത്തക്കവണ്ണം KPCC പ്രസിഡന്റിന്റെ കത്ത് പുറത്തു കൊടുത്തത് തികഞ്ഞ അച്ചടക്ക ലംഘനവും സംഘടന. KPCC യോഗത്തിൽ ഉന്നയിച്ച ഒരു വിഷയം VM സുധീരന്റെ പ്രതിപുരുഷന്മാർ ലീക്ക് ചെയ്ത് പുറത്തു കൊടുത്തതാണ് ഷാനിമോളുടെ ആരോപണം. എന്തായാലും KPCC പ്രസിഡന്റിന്റെ പ്രതിപുരുഷന്മാർ എന്ന് പറയുന്ന ഈ പാർട്ടിയിലെ എല്ലാവരും അദ്ദേഹത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. ഈ KPCC പ്രസിഡന്റിന്റെ കയ്യിൽ കിട്ടുന്ന കത്ത് ഇന്നലെ കിട്ടിയത് ഇന്ന് പത്രങ്ങളിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ഒന്ന് അന്വേഷിക്കണമല്ലോ കാര്യമായി. ആ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിലേക്ക് പോകേണ്ടതിന് പകരം കൈരളി ചാനലിലാണ് ഇത് സംബന്ധിച്ച് ആദ്യത്തെ വാർത്ത വരുന്നതും ഇത്
സംഭവിച്ചത്. ഏതായാലും കൈരളിയുമായി ഷാനിമോൾക്ക് ഉള്ള ബന്ധം ഈ കോൺഗ്രസ് പാർട്ടിയെ തകർക്കുന്ന തരത്തിലാണ് എന്നുള്ളത്. താങ്കൾ പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ ഇപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് പിന്നിൽ KPCCക്ക് അധ്യക്ഷൻ എഴുതിയ കത്തിന് പിന്നിൽ എല്ലാം തന്നെ മറ്റു ചില ഇടപെടലുകൾ ഉള്ളതായി സംശയിക്കുന്നു എന്നാണ്. ഇല്ല, ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം. ഷാനിമോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാതിരുന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള സംഘടനാ വിരുദ്ധമായ കാര്യം